സോ വെൽക്കം ബാക്ക് എവരിവൺ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഒരു വെർണയായിട്ട് വരാമെന്നായിരുന്നു. പക്ഷെ വെർണ നമുക്ക് അവൈലബിൾ ആയില്ല. ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു 2012 മോഡൽ ഫോർച്യൂണറാണ്. മാനുവലാണ് വണ്ടി, 3 ലിറ്റർ എഞ്ചിൻ. അപ്പോൾ ഇന്ന് കൂടെയുള്ളത് ചേട്ടനല്ല, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ബാക്കി ആൾ നിങ്ങളിലേക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് ലക്ഷ്മൺ, ഞാൻ അരവിന്ദിൻ്റെ ഫ്രണ്ടാണ്. ഞാനാണ് ഈ ഫോർച്യൂണർ യൂസ് ചെയ്യുന്നത്. ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് അരവിന്ദൻ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 2012 മോഡൽ ഫോർച്യൂണർ 3 ലിറ്റർ ഡീസൽ എഞ്ചിൻ, 5 സ്പീഡ് മാനുവലാണ്. 4 വീലല്ല, 2 വീലാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഫുള്ള് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി ഇപ്പം എടുത്തിട്ട് അത്ര 5 കൊല്ലല്ലേ? 5 കൊല്ലമായി. ഞാനൊരു സെക്കൻഡ് എടുത്തതാണ്. ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇന്നോവയായിരുന്നു. ഇന്നോവ എനിക്ക് ഒരു അപ്ഗ്രേഡ് എന്നുള്ള ഫീൽഡിൽ വന്നപ്പോൾ പിന്നെ ഒരു സജഷൻ വന്നത് ഫോർച്യൂണറാണ്. പിന്നെ ഇതുണ്ടെങ്കിൽ അതിനൊരു പവർ ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് എടുത്തത്. പക്ഷെ എടുത്തിട്ട് എനിക്ക് അതിനുള്ള ഫലവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും മീറ്റിങ്ങിനോ എന്തെങ്കിലും അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ വണ്ടി ചെന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പ്രസൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു വേറൊരു ഫീലാണ്. നമുക്ക് ആ ഒരു രോമാഞ്ചം ആ സാധനമുണ്ട്. ഇന്നോവ ഇപ്പോൾ എത്ര നാളെ യൂസ് ചെയ്തിട്ടുണ്ടാവും മൊത്തത്തിൽ? ഇന്നോവ ഞാനൊരു ഫ്രഷ് വണ്ടി എടുത്തായിരുന്നു. 2012 ആ ഒരു ടൈമിലാണ് എടുത്തത്. അത് കഴിഞ്ഞാണ് ഞാനല്ല എടുത്തത്, ബ്രദറാണ് എടുത്തത്. ഞാനത് നമ്മളാണ് നോക്കിക്കൊണ്ട് കിടക്കുന്നത് വണ്ടി മൊത്തം. 2 ഇന്നോവ ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരെണ്ണം വീട്ടിലേക്കും ബാക്കി എന്തെങ്കിലും ബിസിനസ് പർപ്പസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പോകാനായിട്ടൊക്കെയാണ് നമ്മൾ മെയിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരെണ്ണം ഒരു വണ്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ മതി എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോഴാണ് അത് മാറി. പിന്നെ ചെറുവണ്ടിയിലേക്ക് വന്നു. ചെറുവണ്ടിയായിട്ട് നമ്മൾ മാരുതിയുടെ ബ്രീസിയാണ് എടുത്തത്. നല്ല വണ്ടിയായിരുന്നു. അതിന് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പം ഫ്രണ്ട്ലി ആയിട്ട് വന്നത് അതാണ്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മറ്റേത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഒരു പ്രോപ്പർ SUV എന്നുള്ള രീതിയിൽ പിന്നെ പോകുന്നത് ഇത് ഫോർച്യൂണർ ആയിരുന്നു അല്ലേ? അപ്പോൾ ഫോർച്യൂണറാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ 4 പേർക്കോ 5 പേർക്കോ എല്ലാം വലിയ സൈസുള്ള ആൾക്കാരാണ് വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പം എല്ലാം കയറി പോകാനും വരാനും ഒക്കെ എളുപ്പം ഈ വണ്ടിയാണ്. മറ്റേ വണ്ടിയൊക്കെ വരുമ്പം കൺജസ്റ്റഡ് ആയിരിക്കും. ഇന്നോവ എത്ര ഓടിയിട്ടുണ്ടായിരുന്നു ഓർക്കണ്ട? ഏകദേശം ഇന്നോവ ഏകദേശം ഒരു 1:20 1:10 കണ്ടായപ്പോഴാണ് നമ്മൾ സെയിൽ ചെയ്തത്. എന്നിട്ടാണ് ഈ വണ്ടി എടുത്തത്. ഇതിപ്പോ ഓൾമോസ്റ്റ് 1:65 ഓടിയിട്ടുണ്ട്. എത്ര ഓടി എടുത്തപ്പോൾ 1:10 നമ്മൾ വണ്ടി എടുത്തത്. ഡൽഹി വണ്ടിയായിരുന്നു. ഡൽഹി പോയി അവിടെ പോയി എടുക്കുക ചെയ്ത്. നമുക്ക് ആ ബഡ്ജറ്റ് വൈസ് നോക്കി കഴിഞ്ഞപ്പോൾ ഡൽഹി വണ്ടിയായിരുന്നു അന്നൊരു അഫോർഡബിൾ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയി നമ്മൾ സെലക്ട് ചെയ്താണ്. സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു അവിടെ നിന്ന് എടുത്തത്. നല്ലൊരു പാർട്ടി നേതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. നമുക്ക് ആ ഒരു മെയിൻറ്റെയിൻ്റെ നല്ല വെൽ ക്വാളിറ്റി വണ്ടി പറഞ്ഞാൽ കിട്ടിയപ്പോൾ എടുത്തതാണ്. എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 കൊല്ലം അടുത്തുകൊണ്ട് 50,000 കിലോമീറ്റർ എടുത്ത് ആവറേജ് നമ്മൾ ഓടിച്ചത്. ഇതിൽ ഈ പറഞ്ഞൊരു അന്ന് വന്നുകൊണ്ടിരുന്ന ആ ഒരു 3 ലിറ്റർ എഞ്ചിനാണ്. ഓൾമോസ്റ്റ് 170 HP, അതുപോലെ തന്നെ 343 തന്നെ ടോർക്കും. പിന്നെ ടോർക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. വലിഞ്ഞേറി പോണത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ്. പിന്നെ ഏത് നേരം ആ ഒരു വിസിലിംഗ് സൗണ്ടും ടർബോയുടെ അതും ഭയങ്കര രസമായി വണ്ടിയിൽ. എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആ സാധനം ഓടിക്കുമ്പോൾ ഓരോ ഗിയറിലും നമുക്ക് കിട്ടും. എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇങ്ങനെ പുറകോട്ട് പോകണം. ഇതിന്റെ ടോർക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മൾ കാല് കൊടുത്തു കഴിയുമ്പോൾ പുറകോട്ട് പോകും. ആ ഒരു സാധനമുണ്ട്. ഇന്നോവ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു അപ്ഗ്രേഡ്. കാരണം ഇന്നോവയിൽ അത്ര ഒരു ഫീല് കിട്ടത്തില്ല. കാരണം ഒരു മടിയില്ല. കൊടക്കടാന്നാണ് വണ്ടി പറയുന്നത്. കാല് കൊടുക്കാനാണ്. നമുക്കിപ്പോൾ ഹൈവേയിലൊക്കെ ഞങ്ങൾ കോഴിക്കോടൊക്കെ പോകുമ്പോൾ 140 160 കാരണം അറിയുമല്ലോ വണ്ടി എന്ത് സ്മൂത്തായിട്ട് കയറി പോകണം. ആകെ 200 മീറ്ററുള്ളൂ. 140 160 സുഖമായിട്ട് പോയിട്ടില്ല. ഡിസ്റ്റൻസ് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാം. പുലിയാണ് പുലി. പിന്നെ റൈഡിങ് കംഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ അവസ്ഥ? റൈഡിങ് കംഫോർട്ട് നമുക്ക് ആദ്യമേ വണ്ടി വന്നപ്പോൾ 4 ടയർ മൊത്തം മോശമായിരുന്നു. ടയർ ആദ്യമേ ഫസ്റ്റ് ടയർ ഞാൻ ജേക്കയുടെ ടയറായിട്ട് അതായത് ആദ്യത്തെ ഒരു 10,000 കിലോമീറ്റർ ഞാൻ ഓക്കെ ആയിരുന്നു, കംഫർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി ബാഡ് പെർഫോമൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ബ്രേക്കിംഗ് ആണെങ്കിൽ എല്ലാം ഭയങ്കര മോശമായി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ആ ഒരു കിലോമീറ്റർ കഴിഞ്ഞൊരു 35-40 ആവറേജ് കിലോമീറ്റർ കിട്ടുള്ളൂ. ഞാൻ 30 ടയർ മാറി. 30 അടുത്ത ടയർ ഇട്ടപ്പോൾ അപ്പോളോടെ വെഡസ്ട്രീൻ്റെ ടയർ ഇട്ടെ. അത് അടിപൊളി ടയർ, ഒരു രക്ഷയില്ല. നമുക്ക് ആ ടയർ ടയറും ഇതുമാണ് വണ്ടിയുടെ ഇതിൻ്റെ അത് മെയിൻ വരുന്നത്. ടയർ ഓക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ആ വണ്ടി അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഒരു കോൺഫിഡൻസ് വണ്ടി ഓടിക്കുമ്പോൾ. എന്തായിരുന്നു പ്രശ്നം എന്ന് പറയാൻ, ബാഡാന്ന് പറയാൻ കാരണം? ആദ്യത്തെ ഒരു 10,000 കിലോമീറ്റർ വരെ ആ ടയറിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ടയർ ഇങ്ങനെ വേറെ ടയറും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. പെട്ടെന്ന് ടയർ ഒരു കംഫർട്ട് ഇല്ലാണ്ടായി, റോഡിൽ ഗ്രിപ്പില്ലാത്തൊരു ഫീല്. റൈഡ് ക്വാളിറ്റിയിൽ ഉണ്ടോ എന്തെങ്കിലും? റൈഡ് ക്വാളിറ്റിയിൽ ആദ്യത്തെ ആ ഒരു ഫ്രഷ്നെസ് ആ ഒരു കുറച്ച് കിലോമീറ്ററിനകത്തെ നമുക്ക് ഉണ്ടാവുള്ളൂ വണ്ടിക്ക്. അപ്പോൾ അതൊരു ഇതാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ടയർ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 10,000 മേളിലായി ടയർ. ഇപ്പോഴും ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ടയറിലുണ്ട്. ഇപ്പൊ കിടക്കണ അപ്പോളോ അല്ലേ? അപ്പോളോടെ തന്നെ പ്രീമിയം ടയർ, വെഡസ്റ്റേൻ എന്ന് പറഞ്ഞ ടയർ. അപ്പോളോ അല്ല, ശരിക്കും പുറത്തുള്ള ടയറാണ് അതല്ലേ. ഓക്കെ.
അപ്പൊ അതില് റൈഡ് ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് ഓടിക്കണമെന്നൊന്നും തോന്നണമെന്നില്ല. റോട്ടിലാണെങ്കിൽ വണ്ടി അവിടെ പിടിച്ചെടുത്ത വണ്ടി അവിടെ തന്നെ നിൽക്കും. നമുക്കാണെങ്കിൽ ഇപ്പൊ വന്ന വഴിക്ക് ജസ്റ്റ് ഒരു പയ്യൻ വട്ടം ചാടിയപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീല് കിട്ടിയെന്ന് തോന്നുന്നു. ഞാനിത് ഓടിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ ഓടിച്ചിട്ട് കുറെ നാളായിരുന്നു ഈ വണ്ടി. വേറെ വണ്ടികളാണ് മാറി മാറി ഉപയോഗിക്കണേ. ഇതെപ്പോഴും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇതിപ്പോ ഞാൻ ഓടിച്ചിട്ട് കുറച്ചായി. അപ്പൊ എനിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ തന്നെ ആ ഒരു സാധനം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചല്ലോ. പക്ഷെ ഇപ്പൊ ഓടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു ഫോർച്യൂണർ ഉണ്ട്. അപ്പോൾ അതിപ്പോ എടുത്തതാണ് റീസെന്റ്. അപ്പോൾ അതെടുത്തപ്പോഴാണെങ്കിൽ അതാണെങ്കിലും ഞാൻ ഓടിച്ചു നോക്കി. എൻ്റെ അടുത്ത് ഒരു COCM പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴാണെങ്കിലും വണ്ടിക്കൊരു വലിയ കുറവുണ്ട്. നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന പവർ അല്ല അതിനുണ്ടായിരുന്നു. അത് എന്നാ വെച്ചാൽ ഓടിക്കാണ്ടിരുന്ന് വണ്ടി ഇങ്ങനെ സ്റ്റക്കായ ഒരു ഫീലായിരുന്നു. പക്ഷെ നമ്മള് 2 ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കയറി കഴിഞ്ഞപ്പോൾ വണ്ടി വീണ്ടും പഴയി. അത് ഈ ഡീസൽ വണ്ടികൾ അതങ്ങാണ്ട് നമ്മളന്ന് അവിടെ പോയപ്പോൾ അവർ പറഞ്ഞായിരുന്നു അവർക്ക് ആകെ നിസാര ഓട്ടം ഉണ്ടാകുന്നുള്ളൂ. അത് പിന്നെ ഒരു ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു യൂസ് ചെയ്തത്. ഇത് ഇവനിടയ്ക്ക് കൊണ്ട് ചവിട്ടി പൊളിച്ച് ഓടിക്കണായിരുന്നു. ഇതിന് ആ ഒരു മടിയും കാര്യങ്ങളൊന്നുമില്ല. അതെനിക്ക് ആ വണ്ടി ഓടിച്ചപ്പോൾ ഇത് എന്താ സാധനം ഞങ്ങളാ പറഞ്ഞില്ല, അത് തള്ള ആ സാധനം അതിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇച്ചിരി കൂടെ ലോ കിലോമീറ്റർ ആണ് നമ്മുടെ വണ്ടി വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഈ പറഞ്ഞാൽ അതിന് ആ ഓടിക്കേണ്ടി കിടന്നതിന്റെ പ്രശ്നമാണ്. ഈ ഡീസൽ വണ്ടികളെല്ലാം അങ്ങനെ തന്നെ. നമ്മുടെ ആ ടയറിന്റെ കേസ് പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞാൽ ഏതാ ആ കമ്പനിയുടെ വണ്ടി കിടക്കുന്ന കോണ്ടിനെന്റ് അതല്ല നമ്മുടെ ഇതില് പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞ ടയർ. ഓക്കെ. അത് ഈ മൈലേജിൽ വ്യത്യാസം ഉണ്ടോ? ടയറിന് മൈലേജ് വണ്ടിയുടെ മൈലേജിന്റെ അത് ഡ്രോപ്പ് ആവില്ല. ടയർ മൈലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ആക്ച്വലി കിട്ടുന്ന ഒരു കിലോമീറ്റർ ഉണ്ട്. ഒരു 35-40 ആവറേജ് കിലോമീറ്റർ ഒക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഡിഫറൻസ് ആണ് ടയർ മൈലേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാ ഒരു ഇപ്പം നമ്മുടെ ഈ ഒരു ടയർ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കാലിറ്റിന്ന് 3000 രൂപ ഒരു റേഞ്ചാണ്. അവിടെ ഹൈ റേഞ്ചും കാര്യങ്ങളും എല്ലാ റേഞ്ചും വരുന്നത്. ഹൈവേസ് ഉണ്ട്, കൂടുതലും അപ് ടെറൈൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറയുമ്പം വണ്ടിയുടെ ടയർ ഇത്തിരി കൂടുതലായിട്ടായിരിക്കും തേഞ്ഞു പോകുന്നത്. അപ്പം അത് ഒരു ആവറേജ് കിലോമീറ്റർ ആണ് ഒരു 35-40 ആവറേജ് എല്ലാ വണ്ടിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഞാനിത് ഇവനോട് ഇത് ഓരോന്നും ഇങ്ങനെ എടുത്ത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വണ്ടിയുടെ ഫീൽഡിൽ തന്നെ ടയറുകളുടെ ഒരു 3-4 കൊല്ലമായിട്ട് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓരോ കേസ് ഇവനോട് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്കാണെങ്കിലും ഈ ടയറിന്റെ കേസിൽ ഇപ്പോൾ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഐഡിയകളും എല്ലാ കാര്യങ്ങളും അവന് തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുക, ഫോർച്യൂണർ ഇപ്പോൾ ഉള്ള ഒരാൾക്ക് ഈ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ്, അതായത് ഞാൻ ചോദിക്കണം ഓഫ് റോഡ് പർപ്പസ് അല്ല, അതായത് അല്ലാണ്ട് ഈ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടയർ ഏതായിരിക്കും? അതും പലതും പല വണ്ടി. ഇപ്പോൾ ഫോർച്യൂണർ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ എടുക്കുന്നത് പല പർപ്പസ് ആയിരിക്കും. ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓഫ് റോഡ് കയറാൻ അതിനൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ വണ്ടി എടുത്തത്. ബട്ട് പുറത്ത് പോവുക, ഹൈവേ കൂടെ യൂസ് ചെയ്യുക, ആൾക്കാരെ കാണിക്കാൻ അങ്ങനെ പവറിന്റെ ഒരു സെറ്റപ്പ്. അപ്പം HT ടയർ ആയിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുന്നു, ഹൈവേ ടെറൈൻ ടയർ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കോണ്ടിനെന്റൽ അല്ലെങ്കിൽ ബ്രിഡ്സ്റ്റോണിന്റെ ഒക്കെ നല്ല ടയറാണ്. ബ്രിഡ്സ്റ്റോൺ ആകുമ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഷോ ഉണ്ടാവില്ല. നമുക്ക് ആ ഷോയും ആ പർപ്പസും കൂടെ കിട്ടണമെങ്കിൽ കോണ്ടിനെന്റലായിരിക്കും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ പാറ്റേൺ ഒക്കെ ആണെങ്കിൽ നല്ല രസമുള്ള ടയറാണ്. ഇതിലാ ഒരു വലിപ്പം കിട്ടിക്കണത് ആക്ച്വൽ സൈസ്. ഇപ്പം ഫോർച്യൂണറിന് ഒരിക്കലും അപ്സൈസ് ചെയ്തിടാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാര്യം ആ ടയറിന് അതുപോലത്തെ വലിപ്പം തന്നെയുണ്ട്. അപ്പൊ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്തൊരു സെയിം 265 R17 സൈസ് ഒക്കെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് ഇടുമ്പോൾ വണ്ടിക്ക് ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. 17 സ്റ്റോക്ക് വരുന്നത്. പുതിയ വണ്ടി വരുമ്പോൾ ഇപ്പം പുതിയ ഫോർച്യൂണർ വരുമ്പോൾ 18 ഇഞ്ചിലേക്ക് പോകുന്നുണ്ട്. അത് വരുമ്പോൾ 285 വരും. അതൊരു നല്ലൊരു അപ്ഗ്രേഡ് ആണ് ടയർ. കോണ്ടിനെന്റലാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുക. കാര്യം ഇത്തിരി കൂടെ സോഫ്റ്റ് ടയർ ആണ്. അതിന്റെ സിലിക്കൺ കേസിങ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് ടയറിന്റെ. നമുക്ക് ആ ബ്രേക്കിങ്ങും കാര്യങ്ങളും വെറ്റ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ റോട്ടിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ വണ്ടി അവിടെ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. കമ്പാരിറ്റീവ്ലി കിലോമീറ്റർ കുറവായിരിക്കും, ടയർ മൈലേജ് കുറവായിരിക്കും. ഒരു 30 ആ ഒരു ഗ്യാപ്പിലേക്ക് എന്തെങ്കിലും ടയറിന്റെ മാർക്കിങ്ങിലേക്ക് എത്തും. ബട്ട് ടയർ ആ യൂസ് ചെയ്യണതിൻ്റെ അകത്തുള്ളതിൻ്റെ അകത്ത് അത്രയും കിലോമീറ്റർ ടയർ അതുപോലെ പെർഫെക്റ്റ് നമ്മളെപ്പോൾ വണ്ടി ഇട്ടോ അതുപോലെ തന്നെ ടയർ അതുപോലെ ഉണ്ടാവും, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതില് ഞാനൊരു ഇതായിട്ട് ചോദിക്കണേ, ഏറ്റവും കൂടുതൽ കിട്ടുന്ന മൈലേജ് എത്രയായിരിക്കും ടയർ മൈലേജ്? ജസ്റ്റ് മിക്കവരും 1,50,000 ഒക്കെ ടയർ യൂസ് ചെയ്തവരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ 1,50,000 ഒക്കെ ഒരു ടയർ പെയർ മേടിച്ചിട്ട് 4 പെയർ മേടിച്ച് അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. നമ്മുടെ അവിടെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ആൾക്ക് സിംഗിൾ യൂസ് ആയിരിക്കും. വണ്ടി സിംഗിൾ യൂസ് ആയിരിക്കും. കിലോമീറ്റർ പോണത് 40-60 ആ റേഞ്ചിലായിരിക്കും ആൾ കൊണ്ടുപോകുന്ന വണ്ടി. കൂടുതൽ റഷായിട്ട് പോകില്ല. പിന്നെ രാവിലെ മോർണിംഗ് ടൈമിലായിരിക്കും വണ്ടി യൂസ് ചെയ്യണം. പിന്നെ ഈവനിങ് ടൈമിൽ ഓഫീസ് പർപ്പസിൽ പോണവരായിരിക്കും കൂടുതൽ. അത് തന്നെ. നമുക്കിപ്പോൾ ഒരു ഉച്ച ടൈമിലൊക്കെ വണ്ടി യൂസ് ചെയ്യണേ, നമ്മൾ കരിച്ചാണ് പോകണേ, സ്പീഡൊക്കെ കൂടുതലാണെങ്കിൽ ടയർ അതുപോലെ വേറെൻറ്റ് ചെയ്യാറുണ്ടാവും. ടയർ ഹീറ്റ് ആവണതും ഇതൊക്കെ. പിന്നെ ടയർ മെയിൻറ്റെയിൻ ചെയ്യണത്, റൊട്ടേഷൻ ചെയ്യുന്നതും അലൈൻമെന്റ് ഒക്കെ ചെയ്യുന്നത് ടയറിന്റെ മൈലേജ് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു ഫാക്ടറാണ്.
അപ്പോൾ നമ്മൾ ഈ 1 ലക്ഷം ഓടിയതിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ അതിലെന്തോ ഹാർഡ് ടയറിൻ്റെ കേസ് പറയുന്നുണ്ടായി. അപ്പോൾ അതെന്തായിരുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതിനെന്തൊക്കെയാണ് അതിൻ്റെ വേറെ ഭവിഷ്യത്തുകൾ? ടയർ ഹാർഡ് ടയർ എപ്പോഴും ടയർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ടയർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റിഫ്ലെക്സ് ആക്ഷനുള്ള ടയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏറ്റവും ബെറ്റർ. നമുക്കിപ്പോൾ ഹാർഡാവുമ്പോൾ ടയറിന് മൈലേജ് ഉണ്ടാവും, ബട്ട് അത് വണ്ടിക്ക് കംപ്ലൈൻറ്റ് കൂടുതലാണ്. വണ്ടിയുടെ ഷോക്ക് സസ്പെൻഷനൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കണവർക്ക് മിക്കവർക്കും അറിയായിരിക്കും. ജസ്റ്റ് 1 പെയർ ഓഫ് എൻ്റെ തന്നെ 3-4 കൂട്ടുകാരുടെ വണ്ടിയിൽ തന്നെ ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. 1 കിലോമീറ്റർ നോക്കി ടയർ മേടിച്ചു, പക്ഷേ അതിൻ്റെ അകത്ത് കൂടുതലും ടയറിന് ഇങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഈ ടയറിൻ്റെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരാൻ കാര്യങ്ങളൊക്കെ തുടങ്ങി. ഈ ഹാർഡ് ടയർ എന്ന് പറയുമ്പോൾ യാത്രാ സുഖം ഭയങ്കര മോശമായിരിക്കും. എല്ലാവരും വണ്ടി കുതിരപ്പുറത്തൊക്കെ പോകണവരായിരിക്കും, ചാട്ടായിരിക്കും. വണ്ടിയുടെ അകത്ത് തന്നെ ആ ഒരു ഷോക്കോ സസ്പെൻഷൻ ഒന്നും വർക്ക് ചെയ്യില്ല ആക്ച്വലി. ടയർ അതുപോലെ ഇരിക്കണം. ടയർ ഞെങ്ങിയാലാണ് വണ്ടി ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും വണ്ടിക്ക്. റോഡിൽ തന്നെയുള്ള മീഡിയൻ അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ ബമ്പേഴ്സ് വെച്ചിട്ടുണ്ടാവല്ലോ, അതിൻ്റെ അകത്തൊക്കെ ചാടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കറക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് അത്യാവശ്യം പ്രീമിയം ആൾക്കാരായിരിക്കും ഫോർച്യൂണർ കൂടുതൽ എടുക്കണത് കാണാറ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഒരു പ്രീമിയം സൈഡ് ഒരു ടയർ ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏതായിരിക്കും? അതായത് ഇപ്പോൾ കോൺലൻഡും പറഞ്ഞു ബെസ്റ്റ് എന്ന് പറഞ്ഞ ടയർ മിഷ്ലിനാണ്. അതിപ്പം കണ്ണും പൂട്ടി പറയാം, നമുക്ക് മിഷ്ലിൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ടയർ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ടോപ്പിൽ തന്നെ നിൽക്കുന്നത്. അതിന്റെ മേളിലേക്ക് ഉണ്ടോ? അതിന്റെ മേളിലേക്ക് പേരിലി അതുപോലെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതൊന്നും ഇന്ത്യയിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫെറാറി, ലംബോർഗിനി അതുപോലത്തേക്ക് കൂടുതലും വണ്ടികൾക്കാണ് കൂടുതലും. BMW മീൻസ് പ്രീമിയം വണ്ടികൾക്കൊക്കെ വരുന്ന ടയറൊക്കെയാണ് പേരിലിയൊക്കെ വരുന്നത്. അതൊക്കെ വരുമ്പോൾ ഒരു ടയറിൻ്റെ അകത്ത് തന്നെ ഒരു നല്ല റേറ്റ് എമൗണ്ട് വ്യത്യാസമുണ്ട്. കാര്യം 35-40 സ്റ്റാർട്ടിങ് ടയറൊക്കെ വരും ഇതിൻ്റെ അകത്ത്. നമ്മുടെ റോഡ് കണ്ടീഷനും കൂടെ നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് മിഷ്ലിനാണ്. മിഷ്ലിൻ സ്റ്റാർട്ടിങ് ഒരു 10 രൂപ റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല ടയറുകളൊക്കെ കിട്ടും. ഈ 17 ഇഞ്ച് 10 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഇല്ല, 17 ഇഞ്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഫോർച്യൂണറിൻ്റെ ടയറാണെങ്കിൽ മിഷ്ലിൻ സ്റ്റാർട്ടിങ് ഒരു 14 രൂപ റേഞ്ച് വരും. അങ്ങനെയാണ് പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ആലോചിക്കുക, 4 പേർ മാറുന്ന ഒരാൾക്ക് 1 ലക്ഷം രൂപ. പിന്നെ ഫോർച്യൂണർ എടുക്കുന്ന ആൾക്ക് ഒരു 1 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് വേറൊരു ലീഗാണ്. അത് പക്ഷേ ബോധർ ചെയ്യേണ്ട കാര്യമല്ല. അത് ഇവിടെയൊക്കെ അങ്ങനെ മാറുന്ന ആൾക്കാര് ഇപ്പൊ കടലിരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. ഉണ്ടല്ലേ? ഫോർച്യൂണർ കൊണ്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ബാർഗെയിൻ ചെയ്ത് ടയർ മേടിക്കുന്നവരുണ്ട്. പക്ഷെ അത് അവരുടെ ഒരു ബിസിനസ് ടാക്ടിക്സ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. നമ്മളപ്പോ അതുപോലെ തന്നെ അവരെ ഹാൻഡിൽ ചെയ്യും. അപ്പം ആനേനെ മേടിക്കാം, തോട്ടി മേടിക്കാനാണോ പാടുന്നതൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയുള്ള ചെറിയ ഫണ്ണി ടോക്സ് ഒക്കെ ഇട്ട് അവരെ നമ്മുടെ വശത്തേക്ക് ആക്കും. പിന്നെ ചെലവാക്കാൻ മടിയുള്ളവരുണ്ട്. മീൻസ് പണ്ടൊക്കെ പറയായിരിക്കും പൈസ ഉള്ളവനാണ് അത് ചെലവാക്കാൻ മടി. അങ്ങനെ അതൊക്കെ ഒരു ഇതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ഇവിടെയും ഈ പറഞ്ഞ നല്ല, അതായത് ഇതിന്റെ അകത്തേക്ക് ഏറ്റവും കൂടി ഇതും മേടിച്ചിടുന്നവരുണ്ട്. അപ്പൊ ഫോർച്യൂണർ ആണെങ്കിലും ഈ പറഞ്ഞ ഏത് വണ്ടിയാണെങ്കിലും ചെറിയ വണ്ടി ഇപ്പൊ ആൾട്ടോയിൽ തന്നെ ഏറ്റവും ബ്രിഡ്സ്റ്റോണിന്റെ ഒക്കെ കൂടിയ ടയറൊക്കെ മേടിച്ചിരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം പ്രാന്തരായിരിക്കും അല്ലേ? വണ്ടീനെ സ്നേഹിക്കുന്നവര് അങ്ങനെ ആ ഒരു ഇതിന്റെ അകത്താണ് നോക്കുന്നത്. വണ്ടിയുടെ അവര് വേറെ ഒന്നും നോക്കുന്നുണ്ടാവില്ല. അപ്പൊ ഏത് വണ്ടി എന്നുള്ളതല്ല, അത് എങ്ങനെ കൊണ്ടുപോയി നടക്കണോ അതിന്റെ അകത്താണ് അത് കാര്യം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ടയറിനെ പറ്റി കുറെ അധികം സംസാരിച്ചു. ഇനിയിപ്പോ നമുക്ക് ബാക്കി ഇത് കൂടുതലും അതൊക്കെ എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ ബാക്കി വണ്ടീനെ പറ്റി പറഞ്ഞു വരാം. ഇപ്പൊ ഈ റൈഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു ഹൈവേസിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ തൊട്ടുപുറകിലുള്ളവർക്കും നല്ല റോഡുകളിൽ സ്റ്റിൽ കംഫർട്ടബിൾ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ അകത്തേക്കുള്ള വഴിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കിടന്നാണ് ബോഡി റോളാണ്. ബാക്കിലിരിക്കുമ്പോൾ അമ്മയാണെങ്കിലും പുറകിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, പറ്റില്ല, ഈ വണ്ടി വേണ്ട എന്നൊക്കെ ഉള്ള രീതിക്കാണ് പറയാറ്. പുറകിലിരിക്കുമ്പോൾ ആ ഒരു സുഖം. അപ്പോൾ പോയിട്ട് വരുമ്പോഴത്തേക്കും മടുത്തു പോകും. എവിടെയെങ്കിലും ഒരു 100 കിലോമീറ്റർ അടുത്തുള്ള ഡിസ്റ്റൻസിലാണെങ്കിൽ യാത്ര ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും മടുപ്പാണ്, വണ്ടി ഭയങ്കര ടയർഡാക്കും. പക്ഷെ നമുക്കത് കുഴപ്പമില്ല. നമുക്ക് ഇതൊന്ന് 100 അല്ല 30,000 കിലോമീറ്റർ എങ്ങനെയാണെങ്കിലും ഇത്രയും നാൾ ഓടിച്ചിട്ട് ഇതിനൊരു മടുപ്പ് വന്നിട്ടില്ല. നമുക്ക് വണ്ടി കൊടുക്കാൻ തോന്നില്ല. പിന്നെ ഇത് 7 സീറ്റർ എന്നും പറഞ്ഞിട്ടാണ് ഈ വണ്ടി വരുന്നത്. പക്ഷെ എനിക്കിതൊരു പ്രോപ്പർ 7 സീറ്റർ ആയിട്ടൊന്നും തോന്നാറില്ല. ഒരു 5 സീറ്റർ അത്രേ ഉള്ളൂ. പുറയിലേക്ക് 2 കുഞ്ഞി പിള്ളേർക്ക് കയറിയിരിക്കാം. നമ്മളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുട്ടൊക്കെ നല്ല പൊക്കമുള്ളവർക്കൊന്നും അങ്ങോട്ടേക്ക് അടുക്കാനേ പറ്റില്ല. ഈ 2 റോയേ പറ്റുള്ളൂ. അതെന്താ തോന്നിയിട്ടുള്ളത് ആ ഒരു കാര്യത്തിലാണ്? ബാക്കിലാണെങ്കിൽ ഒരു ചെറിയ പിള്ളേർക്കൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ള സെറ്റപ്പിന്റെ അകത്താണ് അവർ ചെയ്തേക്കുന്നത്. എനിക്കാണെങ്കിലും ബാക്കിൽ കയറി കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല, ടൈറ്റ് ആണ്, മടുത്തു. ആ സമയം ഹൈ ക്രോസ് ഒക്കെ ആകുമ്പോൾ പുറകിൽ നല്ല സ്പേസ് ഉണ്ട്. കാര്യം ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം. ഇന്നോവയെന്ന് മാറിയപ്പോ അതൊരു ഷോക്കായിട്ട് തോന്നാറുണ്ടോ ഫോർച്യൂണറിലേക്ക് വന്നപ്പോ? പക്ഷെ അതിനനുസരിച്ചുള്ള വേറെ കാര്യങ്ങളുണ്ട്. എന്നാലും ഈ പറഞ്ഞ ആ ഒരു 7 പേർക്ക് അതിനകത്ത് സുഖമായിട്ട് പോവായിരുന്നു. പക്ഷെ ഇപ്പൊ വേറെ ഹൈ ക്രോസ് ഉണ്ട്. അത് കാരണം ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ അറിയാറില്ല.
അതുപോലെ തന്നെ മൈലേജിന്റെ കാര്യത്തേക്ക് വരുമ്പോൾ ഇതിന്റെ അകത്ത് എല്ലാവരും പറയുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 10 to 13 അപ്പൊ അതെന്താണ് അവസ്ഥ കിട്ടുന്നത്? നമുക്കിപ്പം ഈ വണ്ടി ഓടിച്ചിട്ട് ഒരു 12 റേഞ്ച് ആവറേജ് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഹൈവേയിലാണ്. ഹൈവേയിലും ടൗണിലേക്കൊക്കെ വരുവാണെങ്കിൽ 10 തന്നെ നമ്മൾ. പക്ഷേ ഇതിന്റെ മൈലേജ് അങ്ങനെ നോക്കാറൊന്നുമില്ല. നമുക്കിപ്പം ഇത്രയും ഫുൾ ടാങ്ക് അല്ലെങ്കിൽ അതുപോലത്തെ രീതിക്ക് അടിച്ച് വണ്ടി യൂസ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. ആവറേജ് ആണെങ്കിലും ആ 1 കിലോമീറ്റർ കിട്ടുന്നതാണ് എന്റെ വിശ്വാസം. അതും അതുപോലെ ഫോർച്യൂണറിന്റെ അകത്ത് അതുപോലെ വലിയ വണ്ടിയിലേക്ക് ഒന്നും വരുമ്പോൾ ആ ഒരു മൈലേജിന്റെ കാര്യം ഒന്നും ബോധ ചെയ്യുന്നില്ല. ഒരു ഫാക്ടർ അല്ല ഇതിന്റെ ആക്ച്വലി. അതെ, ഒരു ഡെയിലി ഓടിക്കുന്ന സെറ്റപ്പിലല്ല ഇത്. പക്ഷെ നല്ലത് നിൽക്കുന്നു. ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യാൻ പാകത്തിന് പറ്റിയ ഒരു ഡെയിലി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫോർച്യൂണർ ഡെയിലി യൂസ് ചെയ്യണതിനേക്കാളും നല്ലത് നമ്മൾ വല്ലപ്പോഴും എടുക്കുക, അങ്ങനെ കൊണ്ടുപോയി നടക്കുക. ആ ഒരു സാധനത്തിന്റെ അകത്താണ് ഫോർച്യൂണറിന്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. നമ്മളെപ്പോഴും ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ആ ഒരു സാധനം കൊടുത്തു കഴിയുമ്പോൾ വണ്ടിക്ക് തന്നെ ഒരു റെസ്പെക്ട് ഇല്ലാത്തൊരു സാധനം. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് അതേ വണ്ടി ചേട്ടൻ്റെ വണ്ടി പോകണമെന്നൊക്കെ പിള്ളേരാണെങ്കിൽ ഇതേ ചേട്ടൻ്റെ വണ്ടി പോകണമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ആ റോഡിൽ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ്. റോഡ് പ്രസൻസ് ഭയങ്കര അധികമാണ്. നമ്മളിപ്പം സൺഡേ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്പെഷ്യൽ ഡേയ്സിലോ അങ്ങനെയൊക്കെ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പം പറയും അതേ പോണു എന്ന് പറയും. അല്ല, അപ്പൊ എപ്പോഴും നമ്മൾ അതിൻ്റെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മീച്ച് ഉണ്ടാവില്ല. 2009 ആദ്യത്തെ ഫോർച്യൂണർ വരുന്നത്, ആദ്യത്തെ ടൈപ്പ് 1. അന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2026 നമ്മൾ നിൽക്കുന്നത്. 2026 ആ ടൈപ്പ് 1 ഒരു വിലയുണ്ട്. ടൈപ്പ് 2 എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് മോഡൽ ടൈപ്പ് 2 ആണ് ഈ ഷേപ്പ് വരുന്നത്. എനിക്ക് തോന്നുന്നു നിന്റെയൊക്കെ ഇത് തന്നെയാന്ന് തോന്നുന്നു. എനിക്കും അത് തന്നെ. നമുക്കത് ക്രേസ് ഉള്ളതുകൊണ്ടാണ് ആ വണ്ടിയോട് അന്ന് ഇറങ്ങിയപ്പം നമ്മളത് നോട്ട് ചെയ്ത സാധനമാണ്. ഇത് എടുക്കും, എന്തായാലും എടുത്തിരിക്കും എന്നുള്ളൊരു സാധനം വന്നു. ആ ഒരു വാശിപ്പുറത്താണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തത്. നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് ആദ്യം, ഫാമിലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാരും കൂടുന്ന ഫാമിലിയിലേക്ക് ആദ്യം വരുന്ന ഫോർച്യൂണർ ഇതാ. അല്ല, ഒരു സാധനം ഉണ്ടായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു നമ്മളെല്ലാവരും അത്രയും. കാരണം ഇതിന്റെ അകത്ത് പോകുമ്പോ കിട്ടുന്ന ഒരു, അത് ഇങ്ങനെ ഒരു ഇതി പറയണതല്ല, അതൊരു അനുഭവിച്ചറിയണവർക്ക് അതിന് സാധനം മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്കത് നമ്മളിപ്പോ ആണെങ്കിലും ഇതിന്റെ അകത്ത് പോകുമ്പോ കിട്ടുന്ന, ഇപ്പൊ ഓടിക്കുമ്പോ തന്നെയാണല്ലോ നമുക്ക് റോഡിൽ കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അത് നമ്മൾ മറ്റേ അംഗം കാണിക്കണല്ല, നമ്മളെന്തായാലും ഒരു ഇതിൽ കൂടെയാണ് പോണെങ്കിലും നമുക്ക് ആ ഒരു ആൾക്കാർ ആ ഒരു വണ്ടി വരുന്നതിന്റെ ഒരു സാധനം മാറ്റി തരും. നമ്മളത് അഡ്വാൻറ്റേജ് എടുക്കണല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഓടിക്കുന്ന ആൾക്കാർക്ക് അത് കണക്ട് ആവും. പിന്നെ ഈ പറഞ്ഞ ഒരു റോഡിൽ ഇറങ്ങുമ്പോ ആൾക്കാർ നോക്കണത് ഇന്നും സാധനം നോക്കുന്നുണ്ട്. 2026 നമ്മൾ നിൽക്കുന്നത്. ഒരു വെള്ള ആന ഒരു കുട്ടി അനാഥ പറഞ്ഞ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ ഈ വണ്ടി ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ഒത്തിരി അധികം മോഡ്സ് ചെയ്യാം. ഇതിന്റെ അകത്ത് സസ്പെൻഷൻ ഭാഗത്തേക്കൊക്കെ ചെയ്ത് ഈ റൈഡ് ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസങ്ങൾ വരും. പക്ഷെ ഇവനൊന്നും നിലവിൽ ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ എന്തിനാ വെറുതെ എപ്പോഴും പറയുന്ന കേസാണ്, ടൂണിട സ്റ്റേജ് കൊണ്ട് ഇടാം. ഇതിന്റെ അകത്തേക്കൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറ്റാൻ പാടില്ല. ഇത് ഓൾറെഡി ഭയങ്കര എന്താ, ഈ 3 ലിറ്റർ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് പവറാണ് ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇത് ടൊയോട്ടയാണ്, അറിയാലോ ഇത് എന്തോരം ഓടും എന്നുള്ള കേസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പുറത്തൊക്കെ ആണെങ്കിൽ ഓക്കെ, മീൻസ് നല്ല റോഡ് ടെറൈനും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ പോയി ട്യൂൺ ചെയ്യിക്കണമെങ്കിൽ വണ്ടിയുടെ ഫുൾ മാക്സിമം പവർ നമുക്ക് റോഡിൽ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊന്ന് പയ്യെ കാല് കൊടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അടുത്ത വളവ് വരിക. നമുക്കപ്പം ആ ഒരു നമുക്ക് ആ പൈസ മുടക്കിയതിന്റെ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ചെലവല്ലേ, പഴച്ചെലവല്ലേ. പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്കിന് ശരിയാ. പക്ഷെ എന്താ പറയണേ, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. നീ അത് കുറച്ചു കാലത്തേക്കും ചെയ്യുമായിരിക്കണം. കാരണം എന്നാലും ഇപ്പൊ പറഞ്ഞില്ലേ റോട്ടിലല്ല, അത് വേറെ. പക്ഷെ സ്റ്റിൽ എന്നാലും ഇതിനാ ഒരു നിനക്കിപ്പോ നമുക്കൊരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെന്ന് വെച്ചാലും കാലം കൊടുക്കും തന്നെ അത് അപ്പുറം എത്തുക. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഒരു പൊട്ടൻഷ്യൽ പുറത്തിറക്കണല്ലോ നമ്മള്. അപ്പൊ ഈ പറഞ്ഞ ഈ പവറിന്റെ കേസ് എവിടെയും നമുക്കൊരു മടുപ്പ് വരുന്നില്ല ഇതിന്റെ സ്റ്റോക്കിൽ തന്നെ. പക്ഷെ ഇത് ട്യൂൺ ചെയ്ത വണ്ടികളിൽ അത് ഭയങ്കര വ്യത്യാസമാണ്. കുറച്ചാളും കൂടെ കഴിഞ്ഞ് ഈ ഒരു പവർ എന്തായാലും ഓടിച്ചോടിച്ച് മടുക്കും. അപ്പൊ നമുക്ക് അതിനെ പറ്റിയൊക്കെ അപ്പം നോക്കാം. അപ്പൊ നമ്മള് രണ്ടാമതെടുത്തവനെ ഞാൻ ഇങ്ങനെ മൂപ്പിച്ചോണ്ടിരിക്കുക, ചെയ്യടാന്നും പറഞ്ഞു. അവന്റെ കുറച്ച് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഇതായി കഴിയുമ്പോഴത്തേക്കും ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ലാലു തന്നെയാണല്ലോ സ്റ്റേജ് 2 ഇന്നലെ കൊണ്ടുപോയി ചെയ്തേക്കണേ. അത് 2017 മോഡൽ ഫോർച്യൂണറാണ്. ആ ഫോർച്യൂണർ എങ്ങനെയുണ്ട്? ആ ഒരു മോഡൽ ഇഷ്ടമാണോ? അത് ഓക്കെയാണ്. കമ്പാരിറ്റീവ്ലി ലുക്ക് വൈസ് ഇതിന് തന്നെയാണ് ആ ഒരു എടുപ്പുള്ളൂ. എന്റെ മനസ്സിലെ പ്രിഫറൻസ് ഇത് തന്നെയാണ് ആദ്യം വരുന്നത്. ഫോർച്യൂണർ എന്ന് പറയുമ്പോ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ വണ്ടിയെ വരുള്ളൂ. പിന്നെ മറ്റേ ലെജൻഡറൊക്കെ കൊള്ളാം. അതും മോശമൊന്നുമല്ല, ടൊയോട്ടയാണ്. 1 കോടി രൂപയല്ലായിട്ട്. അതെ, ഇപ്പൊ നമുക്ക് അവനെടുത്തേക്കണ അത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പോ നമുക്ക് അതിൽ നല്ലൊരു എൻഡേവറെല്ലാം എടുക്കുന്നതാണ്. ആ ഒരു മൂഡ് ഉണ്ട് നിനക്ക്, ആ മനസ്സിലറിയാതെ. എൻഡേവറിനുള്ള സാധനം ഭയങ്കര, അത് പോയി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത വണ്ടിയാ. പക്ഷെ അതിന്റെ അകത്ത് കിട്ടുന്ന ഒരു സാധനം
വേറെ കാരണം ഇവനാണ് നമ്മുടെ കൂട്ടത്തിൽ ഈ ടൊയോട്ടയുടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ വരുന്നത്. അപ്പൊ ഇവൻ ആ സാധനം പറയുന്നതിന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോഴാണ്. കാരണം ഫോർച്യൂണർ സത്യം പറഞ്ഞ ഒരു വികാരം എന്നുള്ളതാ ഫസ്റ്റ് ഇയേഴ്സ്. ഇപ്പൊ ഈ സാധനത്തില് കുറെ സാധനങ്ങളിൽ പോരായ്മകളുണ്ട്. ഫോർഡിൽ എൻഡേവർ ചെന്നിറങ്ങണതും ഫോർച്യൂണർ ചെന്നിറങ്ങണതും രണ്ടും രണ്ടാ. അതെ, അതാണ് ആ ഒരു ഇത്. എന്താ പറഞ്ഞ വില കിട്ടാ. അതാ ഓടിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ എടുക്കുമ്പം എൻഡേവർ എടുക്കുള്ളൂ, വണ്ടിയോട് താല്പര്യമുള്ളവർ. ഇങ്ങനെ ഇതെന്ന് പറഞ്ഞൊരു പ്യുവർ വികാരം മാത്രമല്ല, അതിനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെ ഇതിന്റെ. കാരണം ഈ 3 ലിറ്റർ എഞ്ചിനൊന്നും അത്രയും പവർഫുൾ ആയിട്ട് 2009 നോക്കുക, ആ സമയത്താണ് ഇത്രയും പവർലി വണ്ടി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ടൊയോട്ടയുടെ ഒരു സാധനം ശരിക്കും അച്ഛൻ പുറത്തപ്പ അച്ഛൻ പറയും ഇത് അവിടെ ചുമ്മാ പിക്കപ്പ് സൗദിയില് ചുമ്മാ സൗദിക്കാർ ഇതിനെ കൊണ്ടുപോയി ലോഡ് കയറ്റാനും ഇതിനൊക്കെ എടുക്കണ വണ്ടി പിക്കപ്പ്. അത് ചുമ്മാ കാറായിരുന്നു, നിങ്ങൾക്ക് എന്നെ പറ്റിയ ഭ്രാന്താണോ ഇത്രയും പൈസ കൊടുത്ത് വണ്ടി എടുക്കാന്നൊക്കെ ഉള്ളത് ചോദിച്ചു. പക്ഷെ അത് സൗദി, ഇത് ഇവിടെ ഓരോ സ്ഥലത്തും ഓരോന്നിനും ഓരോ വിലയാണ്. അതെ, കേരളത്തിലെ ഈ പറഞ്ഞ ഫോർച്യൂണറിനുള്ളൊരു ഇപ്പോഴും അത് അന്നും അതെ ഇന്നും അതെ, അതിനൊരു മാറ്റം വന്നിട്ടില്ല, അതിനൊരു കോട്ടം തട്ടിയിട്ടില്ല എന്ന് പറയാം. കാരണം ഇപ്പൊ ഈ പറഞ്ഞ തന്നെ 1.5 കോടി അല്ലല്ലോ, 50 ലക്ഷത്തിന് കിട്ടുമല്ലോ ജനറൽ, അതിന് മേളല്ലേ ഓൺറോഡ് വരുമ്പോ നല്ല എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത്രയും പൈസ കൊടുത്ത് ഒരു ഫോർച്യൂണർ എടുക്കണേക്കാളും ഭേദം അതിലും കൂടുതൽ ഫീച്ചേഴ്സും പെർഫോമൻസിന്റെ കേസിലും എല്ലാം കൂടുതലുള്ള വണ്ടികൾ ഇന്നും മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് എൻഡവർ മാത്രമല്ല, ഇപ്പൊ വോക്സ്വാഗന്റെ ടിഗ്വാനൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരും. പക്ഷെ എല്ലാരും എൻ്റെ ടൊയോട്ടയിലേക്ക് പോണതിന്റെ ഫസ്റ്റ് കേസ് ഞാൻ പറയാം റിലയബിലിറ്റി. അത് ഇപ്പൊ ഞാൻ മറ്റേ വോക്സ്വാഗൻ ഉപയോഗിക്കുന്നത്, എനിക്കപ്പോ ഓരോ സമയത്തും ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഒരു ടൊയോട്ട മതിയായിരുന്നു എന്ന്. പക്ഷെ പെർഫോമൻസിന്റെ കേസ് രണ്ടും ആനയാടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. വോക്സ്വാഗന്റെ കിട്ടുന്ന സാധനമൊന്നും ഇതിലേക്ക് കിട്ടില്ല, ആ ഒരു സാധനം എല്ലാം ഉണ്ട്. പക്ഷെ റിലയബിലിറ്റി ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ള കാര്യം, കാരണം നീ ഇപ്പോൾ ടൊയോട്ട നിങ്ങളുടെ ഫാമിലിയിലേക്ക് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ആ റിലയബിലിറ്റിയുടെ കേസും പാർട്സിൻ്റെ പ്രൈസും അതുപോലെ തന്നെ എന്താ പറയണേ വഴി കിടത്തില്ല എന്നുള്ളൊരു വിശ്വാസം. അതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒന്ന് പറയാം, കാരണം കുറേ നാളുകൾ ടൊയോട്ട യൂസ് ചെയ്യുന്നില്ല. ഇത്രയും നാളായി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാലും ഓടി അടുത്ത സ്ഥലം വരെ എന്തായാലും എത്തും. വർക്ക്ഷോപ്പിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാനുള്ള ഒരു സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഇപ്പൊ നമ്മളൊരു ലോങ് ഡ്രൈവ് പോവാന്ന് പറയുമ്പോ ആദ്യം നമ്മൾ എടുക്കാൻ പോണത് ഒന്നെങ്കിൽ നമ്മുടെ ഇന്നോവ, അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോ ഇന്നോവ ഓക്കെ ആയിരുന്നു. ഇന്നോവ നല്ല റൈഡിങ് കംഫർട്ടാണ്, ക്ഷീണം ആ മടുപ്പൊന്നും ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ അകത്ത് മടുപ്പുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. പുറയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത്ര സുഖം എന്നൊന്നും പറയാനൊന്നും ഇല്ല. ഇന്നോവ പോകണ അത്രയും ഇന്നോവ ഹൈക്രോസിൻ്റെ അകത്ത് ഭയങ്കര യാത്ര സുഖം. അത് അതിന്റെ ഏറ്റവും പുറകിലിരുന്നാൽ പോലും ഒന്നും അറിയാറില്ല. ഞാനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും പുറകിൽ പോയിരിക്കാറ്. കാരണം നമ്മുടെ വീഡിയോ പറഞ്ഞ പിന്നെ ഇപ്പൊ എന്നെ ഒന്നും പുറകിൽ വന്നു ഇരുത്താറേ ഉള്ളൂ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ ആരുടെ ഒരു നമ്മളൊരു ഫ്രീ അവിടെ, അതിൻ്റെ അകത്തേക്ക് ആരും കയറി വരില്ല, ലോക്ക സമാധാനമായിട്ട് രണ്ടുപേർക്ക് നല്ല കാലും നീട്ടി വെച്ചിരിക്കാം. ആ ഒരു സുഖമൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പൊ അതുപോലെ റിലയബിലിറ്റിയുടെ കേസാണ് പറഞ്ഞത്. ഫോർച്യൂണർ നീ ഏറ്റവും കൂടുതൽ ഓടിയേക്കണം കണ്ടത് എത്ര കിലോമീറ്ററാന്ന് നല്ലൊരു ഓർമ്മയിലുണ്ടാവും? 4 ലക്ഷം 5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഞങ്ങൾ അന്ന് ഡൽഹി പോയി വണ്ടി നോക്കാൻ പോയ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ഒരു 5 ലക്ഷം 6 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ടായി. അത് ഓടിച്ചു നോക്കിയായിരുന്നു? വണ്ടി ഓടിച്ചു. അതിന്റെ ഡിഫറൻസ് ഉണ്ട്. വണ്ടിയുടെ സൗണ്ട് തന്നെ മാറി തുടങ്ങും. ഒരു അലർച്ചയായിരിക്കും വണ്ടിക്ക്, ഭയങ്കര ഒരു സൗണ്ട് ഡിഫറൻസ് തന്നെയുണ്ട്. ഓടാത്ത വണ്ടിക്ക് സൗണ്ട് ഇത്തിരി കൂടെ കാമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. പക്ഷെ ആ വണ്ടി അതൊന്നും ഒന്നുമല്ല. നമ്മൾ ഞാൻ തന്നെ ഓൺലൈനിൽ കുറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. 99 മീൻസ് ഇനി കറങ്ങാനായിട്ട് മീറ്റർ ഇല്ല, 10 ലക്ഷത്തിന്റെ അവിടെ വരെ എത്തണ വരെ വരുന്ന വണ്ടി. ടൊയോട്ട ഷോറൂമിൽ തന്നെ കുറെ ടാക്സിക്കാർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്നോവയുടെ ഇതിന്റെ അകത്തൊക്കെ അത്ര ഓടി ഇത് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കണ പോലെ ഓയിലും ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പുലിയാണ്. കറക്റ്റ് പറഞ്ഞ ഒരു സിംഗിൾ ഓണർ ആദ്യമൊക്കെ നമ്മളെടുത്ത വണ്ടി കറക്റ്റ് 10,000 സർവീസ് 5,000 സർവീസ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. എന്തിനാ എനിക്കറിയില്ല, കറക്റ്റ് 5,000 സർവീസ്. വണ്ടി ഒന്ന് ഷോറൂമിൽ കയറ്റി ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞാൽ വീണ്ടും ഷോറൂമിൽ നിന്ന് ഇറക്കിയ ഒരു സാധനം ഫ്രഷ് ഫീൽ ഭയങ്കരമായിട്ട്. അത് ഇതിന്റെ അകത്ത് മാത്രം നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി മാരുതിയുടെ വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞില്ലേ മാരുതിയുടെ വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഷോറൂമിൽ നിന്ന് പോയി ഓയിൽ ചേഞ്ച് ചെയ്തിട്ടൊന്നല്ലെങ്കിൽ ചുമ്മാ ഒരു ബോഡി വാഷ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഫീലുള്ളൂ സർവീസ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു. ഇത് പക്ഷെ അങ്ങനെയല്ല. ബ്രസ് ആണെങ്കിലും 1.5 ലക്ഷം മേളിലായി. പക്ഷെ അത് ഓടിക്കുമ്പോ അതിന്റെ ഒരു പഴമ നമുക്ക് ഇപ്പോഴും ഇപ്പൊ ഇതാണ്. ഞാൻ എന്ത് ചെയ്തപ്പോ 3 കൊടുത്തൊന്ന് കാല് കൊടുക്കണമെന്ന് വിചാരിച്ചു. ഞാൻ 40-60 80 ആ ഒരു സാധനമാണ്. അങ്ങനെ അങ്ങ് പോവുക. അത് സ്റ്റിൽ സ്റ്റോക്കാന്ന് നടക്കണം. വണ്ടി ഇത്രയും ഓടിയിട്ടുണ്ട്, ഇത്രയും പഴക്കമുണ്ട്. എന്നാലും നമുക്ക് എവിടെ മനസ്സിന്തിക്കണോടത്തേക്ക് ഏകദേശം എത്തിക്കാനുള്ള സാധനമുണ്ട്. ഇത്രയും ഒരു വലിപ്പത്തില് SUV ആണെങ്കിലും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ
ഫോർച്യൂണർ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഈ റിലയബിലിറ്റിയുടെ കേസ് തന്നെയാണ്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവരും അങ്ങനെ പ്രാന്തന്മാരായിട്ട് വണ്ടി എടുക്കണം എന്നില്ല. അവരെടുത്തു കഴിഞ്ഞാലും അത് മാക്സിമം ട്രബിൾ ഒഴിവാക്കാനാണ് നോക്കുന്നത്. അപ്പൊ പിന്നെ ഈ ഫോർച്യൂണറൊക്കെ തന്നെയാണ് പെട്രോൾ. ഇതിനകത്തേക്ക് വേറെ കംപ്ലൈന്റുകൾ എന്ന് പറയാനായിട്ട് ഇതിന് എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കോമൺ കംപ്ലൈന്റ്സ് ഫോർച്യൂണറിന് നമുക്കിപ്പോ കഴിഞ്ഞ സർവീസിന് എന്റെ ഓൾട്ടർനേറ്ററിന്റെ പുള്ളി ഡാമേജ് ആയിപ്പോയി. ആ ഒരു ചെറിയൊരു സൗണ്ട് വന്നു. അപ്പൊ തന്നെ നമ്മളത് കൊടുത്തു. എന്നാലും വലിയ കോസ്റ്റ് ആയില്ല. 10 താഴെ കണ്ടത് അടുത്തതിന്റെ മൊത്തം വന്നു. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ ആ ഒരു എമൗണ്ട് വന്നോളൂ. നോർമൽ സർവീസ് ഒക്കെ എത്രയാ കോസ്റ്റ് വരാറ്? സാധാരണ 10 to 15 ഇടയില് മാക്സിമം പോയാൽ. വേറെ എന്തൊക്കെ സാധനം മാറ്റാൻ വരുമ്പോഴാണ് അത്രയും വരുള്ളൂ. ഓയിൽ ചേഞ്ച് ഇതൊക്കെ ഒരു 10 താഴെ തന്നെ നിൽക്കും. ഓയിലും കൂടുതലും വരുന്നില്ലല്ലോ. ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ ഒക്കെ കണ്ട് 30,000. അത് ഞാനും ഒന്നാളെ അറിഞ്ഞു. കാരണം മറ്റവന്റെ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്താണ് അവർ പറഞ്ഞത് ഇതിന്റെ ഒറിജിനൽ ഫിൽറ്റർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ 30,000 വരെയൊക്കെ എയർ ഫിൽറ്റർ കിട്ടുന്നതാണ്. അത് എനിക്കും അറിയത്തില്ലായിരുന്നു അത് അത്രയൊക്കെ കിട്ടുമെന്ന്. കാരണം നമ്മള് ഫോർച്യൂണർ മേടിച്ചിട്ട് ജസ്റ്റ് എയർ അടിച്ച് കളഞ്ഞാൽ മതി, പിന്നെ മാറണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞത്. അത് മറ്റേ കുറച്ചുകൂടെ പെർഫോമൻസ് ഫിൽറ്റേഴ്സ് ആണ്. 10,000 ഈ പറഞ്ഞ എന്താ അതിന്റെ ക്ലീനിങ് കിറ്റും വെച്ച് വാഷ് ചെയ്തും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഫിൽറ്ററാണ്. പക്ഷെ ഇതിനെ ഞാൻ പറഞ്ഞ നോർമൽ ഫിൽറ്ററിന് എത്ര വില എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ 30,000 അതിന്റെ എയർ ഫിൽറ്റർ തന്നെ. ഫ്യൂവൽ ഫിൽറ്ററും പറയുന്നുണ്ട്. പക്ഷെ ഫ്യൂവൽ ഫിൽറ്റർ ഇവിടുത്തെ ഡീസലിന്റെ ക്വാളിറ്റി വെച്ചിട്ടാണ് എല്ലാവരും 10,000 മാറ്റി കളയണത്. അല്ലെങ്കിൽ അതിനും അത്യാവശ്യം ഓടുമെന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ പുറത്തുള്ള ഒരാളെ വിളിച്ചായിരുന്നു അന്ന് അവന്റെ വണ്ടി എടുക്കാൻ നേരത്തെ. അയാള് പുറത്തെ ടൊയോട്ടയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആളാണ് പറഞ്ഞത് അവിടെയൊന്നും അങ്ങനെ മാറ്റാറില്ല. കാരണം നല്ല ഡീസലല്ലോ കിട്ടുന്നത്. ഇവിടുത്തെ ആ ഒരു ഗ്രേഡ് വ്യത്യാസം എന്തൊക്കെയാണോ ക്വാളിറ്റിയുടെ വ്യത്യാസത്തിലാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മള് മൈലേജിനെ പറ്റി പറഞ്ഞു, എല്ലാം പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞാല് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ എടുത്തു പറയാനായിട്ട് തോന്നുന്നുണ്ട്? ഇതിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും അതോ പോരായ്മകൾ എന്തെങ്കിലും പറയാനുണ്ടോ? പോരായ്മയായിട്ട് വലിപ്പം കൂടുതലാണ്. നമുക്ക് ടൗണിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ. പക്ഷെ വലിപ്പത്തിന് വേണ്ടിയിട്ടല്ലോ മേടിച്ചത്. ടൗൺ പർപ്പസിന് അങ്ങനെയൊന്നും പറ്റിയ ഒരു സാധനമല്ല. നമ്മളൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി തിരിക്കാനും പിടിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മള് പാടുപെടും. ടേൺ റേഡിയസ് ഒക്കെ ഇച്ചിരി കുറവാ അല്ലേ? അവിടെയാണ് പ്രശ്നം. ഒരു 2 കൊണ്ടിട്ടൊക്കെ നമുക്ക് വണ്ടി തിരിഞ്ഞൊക്കെ കിട്ടുള്ളൂ. വേറെ കംപ്ലൈന്റ് ആയിട്ടോ കാര്യങ്ങളായിട്ടൊന്നും. ഇതും കൊണ്ട് എന്നാ പഴനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോങ് അത്യാവശ്യം പോയതല്ലേ കോഴിക്കോട് നിന്നൊക്കെ? എങ്ങനെയാണ് ഹൈവേയിലുള്ള ഒരു കംഫർട്ട്? ഹൈവേയില് അതല്ലേ പറഞ്ഞു 140, 160 നമുക്ക് അത് കിട്ടുന്നു പുറകോട്ട് വരാൻ തോന്നുന്നു. ആ ഒരു ഇതിൽ പോയാലും അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു സീനില്ല. വണ്ടി കൈ തന്നെ, കൈന്നൊന്നും പോകില്ല. ഞാനിത് പക്ഷെ ഇതിന്റെ അകത്ത് അങ്ങനെ ഹൈവേ കൂടെ പോകുന്നുണ്ട്. ഈ വണ്ടിയില് മാക്സിമം കണ്ട് തൃശ്ശൂർ വരെയൊക്കെ പോയിട്ടുള്ളൂ. ശിവന്മാർ ഇന്നാള് ഇതും കൊണ്ട് പോയായിരുന്നു. കോഴിക്കോട് പോയപ്പോഴും പറയണം അന്ന് 170 വണ്ടി പോയിട്ടും യാതൊരു രീതിയിലുള്ള അറിയണമൊന്നുമില്ല. വീണ്ടും ഇങ്ങനെ ചവിട്ടിക്കോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു ഫോർച്യൂണർ എന്തായാലും എടുത്തു. ഇനിയിപ്പോ ഈ വണ്ടി ഇപ്പൊ കുറച്ചാണ് കൂടെ എന്താ ഉപയോഗിക്കാനുള്ള മൂടാണോ അതോ? കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഒരു വണ്ടി ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഏതാ? അപ്പൊ അങ്ങനെ പുറത്ത് റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും അടുത്തൊന്നും പറയണത് കുഴപ്പമില്ല. എനിക്കറിയാം, പറയുന്നില്ല. അപ്പൊ എടുത്തു കഴിയുമ്പോ വെറുതെ നമ്മളിതിലിപ്പോ പറയുന്നില്ല. കാരണം അപ്പൊ ഈ പറഞ്ഞ ഇത് ഇനി എത്ര നാള് വേണമെങ്കിലും ഓടും. ഇനി അടുത്ത ജനറേഷനിലേക്ക് കൈമാറി കൊടുക്കാൻ വേണമെങ്കിൽ അതുപോലത്തെ ഒരു മുതലാണ്. ഇനിയിപ്പോ ഇപ്പൊ ഇറങ്ങണൊക്കെ 2.8 ലിറ്റർ ഫോർച്യൂണർ. ഈ 3 ലിറ്റർ പിന്നെ അധികം ഇറങ്ങിയിട്ടില്ല. 2.8 ലിറ്റർ ആണെങ്കിലും അതും നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അത് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് അങ്ങനെ മാനുവൽ നീ കണ്ടുണ്ടോ? മാനുവൽ ഉണ്ട്. അന്ന് ഡൽഹിയിൽ പോയി നമ്മളിപ്പം അത്രയും വർഷം പഴക്കം വരുന്ന വണ്ടികളൊക്കെ പോയി നോക്കി കഴിഞ്ഞപ്പം 2016, 17 മോഡൽ വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ കുറെ മാനുവൽ വണ്ടികളുണ്ട്. പുതിയ മോഡൽ റേറ്റ് കുറവാ കമ്പാരിറ്റീവ്ലി. ഒരു 14 രൂപ, 15 രൂപ തോതിൽ നമുക്ക് വണ്ടി കിട്ടും. പക്ഷെ ഇവിടെ കൂടുതലും അത് ഓട്ടോമാറ്റിക് മാത്രമല്ലേ ഉള്ളൂ. കൂടുതലും മാനുവൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ ഈ ഫോർച്യൂണർ വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 5 സ്പീഡ് ഓട്ടോമാറ്റിക്കും ഉണ്ടായിരുന്നു. ടോർക്ക് കൺവെർട്ടർ ആണ്. ഓട്ടോമാറ്റിക് അത്ര ടോപ്പ് എന്ന് പറയാനെന്നുള്ള സാധനമൊന്നുമില്ല. അതിൻ്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തായാലും മാനുവലായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. നീ ഓട്ടോമാറ്റിക് ഓടിക്കാറില്ല? അതെങ്ങനെയുണ്ട്? ഇഷ്ടമാണോ അത്? ഈ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് ആ ഗിയർ മാറി പോകുമ്പോൾ കിട്ടുന്ന ഒരു സാധനം വേറെ. ഓട്ടോമാറ്റിക് ഓടിക്കുകയാണെങ്കിലും ഞാൻ അറിയാണ്ട് തന്നെ മറ്റേ പാഡൽ ഷിഫ്റ്റിന്റെ അകത്ത് നമ്മളെ ഗിയർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നമുക്ക് ഈ ഒരു ഇവിടെ ടൗണിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിന്റെ അകത്ത് പോണേണ് സുഖം. ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ ഓക്കെ, ഒരു കാലം നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ആ ഒരു സാധനമുണ്ട്. അത് ശരി. ഇതിന്റെ ക്ലച്ച് നല്ല ടൈറ്റ് ആണ് അല്ലേ? അത്യാവശ്യം ബാക്കി വണ്ടികൾ വെച്ച് നോക്കണ പോലെ അല്ല, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ
ബ്ലോക്കിൽ നേരം മാറ്റി ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് മതിയെന്ന് തോന്നും. പിന്നെ ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. ഭയങ്കര എന്താ പറയുക, ഷിഫ്റ്റിംഗ് അത്ര സ്പീഡോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ പെർഫോമൻസ് ഓറിയന്റഡ് സാധനമൊന്നും അല്ല. സ്റ്റിൽ ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഈ പറഞ്ഞാൽ ഒരു 4 വീല് വരുന്നുണ്ട്. 4 വീല് തന്നെ വണ്ടികളും അധികം അങ്ങനെ ഞാനും അത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അത്ര അറിയത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ വണ്ടി ഇതുപോലെ തന്നെ മുന്നേ പറഞ്ഞില്ല, നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ വണ്ടി കൊണ്ട് വാഗമണിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറി പോകാൻ വലിയ മടിയൊന്നും ഇല്ല. അങ്ങനെ 2 വീലാണേലും മാരകമായുള്ള കാര്യങ്ങളല്ല പറയുന്നത്, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് കയറി പോയിക്കോളും. പിന്നെ ഈ ടൊയോട്ട വണ്ടികളുടെ എല്ലാം ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ക്ലച്ചൊക്കെ മാറ്റി കഴിഞ്ഞാൽ 1.5 ലക്ഷമൊക്കെ മര്യാദയ്ക്ക് ഓടിച്ച് കഴിഞ്ഞാൽ ലൈഫൊക്കെ കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഒരാൾ തന്നെ സിംഗിൾ യൂസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടും. ബാക്കി വണ്ടികൾ പോലെ അത്യാവശ്യം പെട്ടെന്ന് പോണ ഒരു സംഭവമൊന്നും. പാർട്സ് എല്ലാം ഈ ക്ലച്ച് ആണെങ്കിലും എൻ്റെ എത്ര വരുന്നതെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും ഒരു 30 രൂപയ്ക്ക് ആയിരിക്കും ക്ലച്ച് സെറ്റിന് വരുന്നത്. അപ്പോൾ ആ സാധനം മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും എന്നാണ് പറഞ്ഞത്. ഒരു 1.5 ലക്ഷം കിലോമീറ്ററൊക്കെ നമ്മളാ മര്യാദയ്ക്ക് ഓടിക്കണമെങ്കിൽ അതിൻ്റേതായുള്ള റിലയബിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. റിലയബിലിറ്റിയാണ് ടൊയോട്ട എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത് ഇന്നും ചൂസ് ചെയ്യാനുള്ളതിൻ്റെ മെയിൻ കാരണം. ഇപ്പോൾ നമ്മളെ ഏകദേശം കാര്യങ്ങളെല്ലാം ഫോർച്യൂണറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലും ടയറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഫോർച്യൂണറിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസിൻ്റെ പറഞ്ഞാൽ റിലയബിലിറ്റി ഡേയ്സ് തോരെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ റീസെയിൽ വാല്യൂ. ഈ വണ്ടി എന്നും കൊടുത്താലും വിലയാണ്. അത് മേടിക്കാനും ആളുണ്ട്. അത് ഇതിൻ്റെ അകത്ത് വിറ്റ് പോവാണ്ട് കിടന്ന ആർക്കെങ്കിലൊക്കെ കൊടുത്ത് അങ്ങനെ മാരകമായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു മാർക്കറ്റ് പ്ലേസിൽ ഇട്ടാൽ തന്നെ ഏത് മോഡൽ ഫോർച്യൂണർ ഒന്നും വിറ്റ് പോകാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത് ധൈര്യത്തോടെ മേടിക്കുന്നതും. ഇത് ഇന്ന് മേടിച്ചു, ഈ പൈസ അവിടെ എന്താ വണ്ടിയാണെങ്കിൽ ഒരു അസറ്റാണെന്ന് പറ്റാത്ത പറയണ ആ രീതി തന്നെയാണ് എനിക്ക് ഫോർച്യൂണർ തോന്നിയേക്കണേ. അതിപ്പോൾ മേടിച്ചാൽ അതിൻ്റെ അകത്ത് അങ്ങേറ്റം പിള്ളേ 1-2 ലക്ഷം രൂപ കുറവായിരിക്കും 2-3 കൊല്ലത്തിനുള്ളിൽ. അതത്ര നാൾ ഉപയോഗിച്ച് തീർത്തു തന്നെ പറയാം. അങ്ങനെയാണ് ഉപയോഗിച്ച് വണ്ടി തീർത്തുന്നല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്നും നമ്മുടെ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ടൊയോട്ട വണ്ടികൾ കാണാനുള്ള മെയിൻ കേസ്. മാരുതിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു റിലയബിലിറ്റിയും എന്നാൽ പറഞ്ഞ തന്നെ ഒരു ക്വാളിറ്റിയും എല്ലാം ഉള്ളത് ഈ പറഞ്ഞ ടൊയോട്ട വണ്ടികൾക്ക് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ കുറേ പേരുകൾ ഇപ്പോൾ ഫോർച്യൂണർ ഈ മോഡൽ ഇഷ്ടംപോലെ നമ്മുടെ റോട്ടിൽ കാണുന്നുണ്ട്. കാരണം കുറേ ഡൽഹി വണ്ടികൾ കുറേ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കാൻ പോകുന്ന ഒരാളോട് എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ട കേസുകൾ? അതായത് ഒരാളിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോവുക, ബോഡി ക്വാളിറ്റി, ഷേപ്പ് കാര്യങ്ങൾ. വണ്ടി പിടിച്ച വണ്ടിയൊക്കെ ആണെങ്കിൽ അതിന് ആ ഒരു ബോഡി ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാണുമ്പോൾ ഫസ്റ്റ് ടൈം പ്രിഫറൻസിൻ്റെ അത് തന്നെ ഉള്ളൊരു ഇതുണ്ട്. നമുക്ക് ആ ഒരു ബോഡി ലൈൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ കിലോമീറ്ററിന്റെ കേസിലാണല്ലോ ഒത്തിരി മറഞ്ഞ വണ്ടികൾ കയറി വരുന്നുണ്ട്. കിലോമീറ്റർ തിരിച്ച വണ്ടികൾ വരുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് നോക്കണം, നല്ലതായിരിക്കും. ഒരു മേജർ കാര്യം തന്നെ പറയും. കാരണം ഇനി അത് അവര് എല്ലാ ആളുകളും എടുത്തിട്ട് അവർക്കതൊരു ഭയങ്കര ഒരു വണ്ടി മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആഗ്രഹത്തോടെ മേടിക്കണ എല്ലാവരും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തത് ഏറ്റവും വലിയ കാര്യമായിരിക്കും. പിന്നെ കിലോമീറ്റർ എന്തായാലും ഫസ്റ്റ് കേസ് അതായിരിക്കണം. കാരണം ഇത് നല്ല രീതിയിൽ ഓടിയ വണ്ടികളായിരിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ നീ ഡൽഹി പോയപ്പോൾ കണ്ടു എന്നല്ല പറഞ്ഞു. അവിടുത്തെ റോഡുകളും അവസ്ഥകളുടെ ഇവിടുത്തെ പോലെ അല്ല. ഒരു ദിവസം വണ്ടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ 1000 കിലോമീറ്റർ ഓടാണ്ട് വണ്ടി തിരിച്ചുകൊണ്ടിരിക്കാം. അത്രയും ഓടിക്കാനുള്ള സ്ഥലം അടുത്ത് ഡൽഹിയിലുണ്ട്. ഹൈവേകളും കൂടുതലും കാര്യങ്ങളൊക്കെ വരിക. അപ്പൊ ഈ പറഞ്ഞ തന്നെ അത് അവിടുത്തെ ഈ പറഞ്ഞ 1 ലക്ഷം ഓടിയ വണ്ടികളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്കൊരു 5-6 വണ്ടികൾ വേണം. നമ്മളും കുറച്ച് സ്കെപ്റ്റിക്കലാണ് ഈ വണ്ടി എടുക്കാൻ നേരത്ത്. ഈ പറഞ്ഞ ഇത്രയും കിലോമീറ്റർ ഓടിയുള്ളൂ എന്ന് പറയുമ്പോൾ 2012 അല്ലെങ്കിൽ 2014 വണ്ടി, ഇപ്പോൾ 12 വണ്ടിയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഏകദേശം എത്രയായി? 14 കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം കുറഞ്ഞൊരു 10,000 വെച്ച് ഓടിയാൽ തന്നെ 140, അത് 10,000 ഇവിടെ ഓടും. അപ്പോൾ അവിടുത്തെ വണ്ടികൾ എന്തോരം ഓടിയിട്ടുണ്ടാകുന്നുള്ള ഒരു കേസ് നമ്മൾ മനസ്സിലെപ്പോഴും വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബോഡിയുടെ ക്വാളിറ്റിയുടെ കേസ് പറഞ്ഞു. കാരണം ബോഡി ക്വാളിറ്റിയിൽ തന്നെ ഇത് കാണാനുള്ള ഒരു രസം കൊണ്ടാണ് ഫസ്റ്റത്തെ കേസ്. പിന്നെ അതുപോലെ എന്തൊക്കെയായിരിക്കും നോക്കേണ്ട കാര്യങ്ങളുണ്ടാവുക? ടയർ ഭാഗം ഒക്കെയാണ് വേറെ വണ്ടീൻ്റെ. ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ നേരത്ത് ചെല്ലുമ്പോൾ പിന്നെ പറഞ്ഞില്ലേ, എന്ത് പൊടിഞ്ഞ വണ്ടിയാണെങ്കിലും വണ്ടിയാണ്, ഓടിക്കോളും. പക്ഷെ അതിൻ്റെ അകത്ത് മെയിൻ ഇടിച്ച വണ്ടി അതുപോലത്തെ വണ്ടിയൊക്കെ എടുക്കാണ്ടിരിക്കാൻ നോക്കുക. എപ്പോഴും ബോഡി പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെ കൊണ്ടുപോയി ഇറക്കാൻ നോക്കുക. അത്യാവശ്യം എഞ്ചിൻ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതവിടെ കിടന്ന് പിന്നെ ഒന്ന് സർവീസ് ചെയ്തെടുത്താണ് വീണ്ടും കിടന്ന് ഓടുക എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ടയറിനൊക്കെ ഉള്ള കേസ് അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. കാരണം എൻ്റെ ടയറിന് അത്യാവശ്യം ഈ പറഞ്ഞ ഏറ്റവും കുറഞ്ഞൊരു 10,000 വെച്ചിട്ട് കൂട്ടിയാൽ തന്നെ 4 ടയറിന് 40,000 നിങ്ങൾക്ക് കോസ്റ്റായി. അപ്പോൾ അതെല്ലാം അതിലേക്ക് ഉൾപ്പെടുത്തി വേണം വണ്ടി എടുക്കാൻ.
അപ്പോൾ നമ്മൾ ഏകദേശം അത്യാവശ്യം കാര്യങ്ങൾ ഫോർച്യൂണറിന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം വീഡിയോ ഇവിടെ നിർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ വണ്ടി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ ടയർ റിലേറ്റഡ് വേറെ തന്നെ കണ്ടന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരേക്കും എന്തായാലും എല്ലാവർക്കും ബൈ.